പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സർക്കാരിനെതിരെ പ്രധാന ആയുധമാക്കാൻ ഇന്ത്യ സഖ്യം. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസും TMCയും അടക്കമുള്ള പാർട്ടികൾ വിഷയം ഉന്നയിച്ചു. സമ്മേളനം തടസ്സപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ആണവോർജ്ജ ബില്ലടക്കം 13 ബില്ലുകൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലും പ്രതിപക്ഷത്തിന്റെ മുഖ്യ അജണ്ടയായി SIR ഉയർന്നുവരുമെന്ന് ഉറപ്പായി. SIR വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. സമ്മേളനത്തിനു മുമ്പായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചു. SIR അവഗണിച്ച് മുന്നോട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് യോഗത്തിൽ അറിയിച്ചു. ഭരണപക്ഷം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഡൽഹി സ്ഫോടനം, ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടതായി ജോൺ ബ്രിട്ടാസ് MP. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ ഒരു പട്ടിക ഏറെക്കുറെ ഇന്നത്തെ യോഗത്തിൽ സമർപ്പിക്കുകയുണ്ടായി. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഒരു വാക്ക് മാത്രമാണ് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ച സർവകക്ഷി യോഗത്തിൽ 36 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 50 നേതാക്കൾ പങ്കെടുത്തു. ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിനായി പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ സഹകരണം അഭ്യർത്ഥിച്ചു. ആണവ വൈദ്യുതി പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്ന ആണവോർജ്ജ ബിൽ, ജൻവിശ്വാസ് ബിൽ, കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ അടക്കം 13 ബില്ലുകൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. പ്രതിപക്ഷത്തിന്റെ നയസമീപനങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യത്തിലെ പാർലമെന്ററി നേതാക്കളുടെ യോഗം നാളെ രാവിലെ 10-ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ ചേരും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.